ടേംസ് നമ്മളത് ഇംഗ്ലീഷിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് തിയോഡലൈറ്റിൽ മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ടേംസുകളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ സർവേയുമായി ബന്ധപ്പെട്ടിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ. അങ്ങനെയുള്ള കുറച്ച് വാക്കുകളെയാണ് നമ്മളിവിടെ പറയുന്നത്. അതിൽ ഒന്നാമത് പറയണതാണ് ഹൊറിസോണ്ടൽ ആക്സിസ്. നമ്മൾ തിയോഡലൈറ്റിൽ 2 തരത്തിലുള്ള ആക്സിസുകൾ നമുക്ക് വരുന്നുണ്ട്. ഒന്ന് ഹൊറിസോണ്ടൽ ആക്സിസും രണ്ടാമത്തേത് വെർട്ടിക്കൽ ആക്സിസും. 2 രീതിയിൽ നമുക്ക് ആക്സിസുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് നമുക്ക് നോക്കാം. ടെലസ്കോപ്പും വെർട്ടിക്കൽ സർക്കിളും വെർട്ടിക്കൽ പ്ലെയിനിൽ തിരിക്കാവുന്ന ആക്സിസിനെ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ട്രണിയൻ ആക്സിസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് TRUNNION ട്രൂണിയൻ അല്ലെങ്കിൽ ട്രണിയൻ എന്ന് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാം. ട്രണിയൻ ആക്സിസ് എന്ന് പറയുന്നു. അതായത് ടെലസ്കോപ്പ് വെർട്ടിക്കൽ സർക്കിളും വെർട്ടിക്കൽ പ്ലെയിനിൽ തിരിക്കാവുന്ന ആക്സിസിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ട്രണിയൻ ആക്സിസ് എന്ന് നമ്മൾ പറയുന്നത്. ടെലസ്കോപ്പിനെ നമുക്ക് വെർട്ടിക്കൽ ആക്സിസിൽ അത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായോ? അതായത് ഹൊറിസോണ്ടൽ പ്ലെയിന് ഹൊറിസോണ്ടലാണ്, അതിനെ നമ്മൾ എങ്ങനെ അതിൻ്റെ ആക്സിസ് വരുന്നത് വെർട്ടിക്കലാണ്. അതായത് നമ്മൾ അപ്പ് ആൻഡ് ഡൗണിലാണ് അതിൻ്റെ ആക്സിസ് വരുന്നത്. അതായത് പ്ലെയിൻ അതിൻ്റെ പ്രതലം എന്ന് പറയുന്നത് ഹൊറിസോണ്ടലും, പക്ഷേ അതിൻ്റെ മൂവ്മെൻറ്റ്സ് എന്നത് അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ ഹൊറിസോണ്ടലിൽ നിൽക്കുന്ന ഒരു ലൈനിൻ്റെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ വെർട്ടിക്കൽ ആക്സിസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെങ്കിൽ ആക്സിസ് വെർട്ടിക്കലായിരിക്കും. അതുപോലെ തന്നെയാണ് തിരിച്ചും. വെർട്ടിക്കൽ ആക്സിസ് ആണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ആണല്ലോ നമുക്ക് അതിൻ്റെ ആക്സിസ് വരുന്നത്. അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിൻ ആണെങ്കിൽ അതിൻ്റെ ആക്സിസ് ഹൊറിസോണ്ടലായിരിക്കും. ഇനി പ്ലെയിൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്സിസ് നമുക്ക് വെർട്ടിക്കലായിരിക്കും. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് വരിക. അപ്പോൾ ഹൊറിസോണ്ടൽ നമ്മുടെ ടോട്ടൽ സ്റ്റേഷനാണ് തിയോഡലൈറ്റ്. ടോട്ടൽ സ്റ്റേഷൻ നമ്മൾ സതീശൻ എടുത്തിട്ടുണ്ടാവില്ല. അന്ന് ബാറ്ററി ഇല്ലാണ്ട് നമ്മളത് എടുത്തില്ല. തിയോഡലൈറ്റ് നമ്മളവിടെ എടുക്കുന്ന എക്യുപ്മെന്റിന് ഇതാണോ ഈ പറഞ്ഞ ഹൊറിസോണ്ടൽ ആക്സിസ്? അതായത് നമുക്ക് ആ ആക്സിസ് എന്ന് പറയുന്നത് നമ്മൾ ടെലസ്കോപ്പ് തിരിക്കുന്നതിന് 2 രീതിയിൽ നമുക്ക് നമ്മുടെ ടെലസ്കോപ്പ് തിരിക്കാൻ പറ്റും. അത് നമ്മൾ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് അതുകൊണ്ടാണ് നമ്മൾ അതിനെ പറയുന്നത്. അതായത് നമുക്ക് ആ ടെലസ്കോപ്പിനെ നമുക്ക് എങ്ങനെ തിരിക്കാം? ഹൊറിസോണ്ടലിയും നമുക്ക് തിരിക്കാം, അതുപോലെ തന്നെ വെർട്ടിക്കലിയും നമുക്ക് തിരിക്കാം, അല്ലേ? അതുകൊണ്ടാണല്ലോ നമുക്ക് തിയോഡലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും മെഷർ ചെയ്യാമെന്നതാണ് ഈ തിയോഡലൈറ്റിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പോൾ ഏത് പിന്നെന്താ, തീർച്ചയായിട്ടും തിയോഡലൈറ്റിൻ്റെ എല്ലാ ടൈപ്പ് തിയോഡലൈറ്റിലും നമുക്ക് എന്തുണ്ടാവും? ഈ വെർട്ടിക്കൽ ആക്സിസും, അതായത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും തിരിക്കാം. ടെലസ്കോപ്പിന് നമുക്ക് തിരിക്കാൻ പറ്റും. അതിന് നമ്മൾ പറയുന്ന ഒരു പേര് നമ്മൾ പറയുന്നുണ്ട്. അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് തിരിക്കുന്നതെങ്കിൽ നമ്മളതിനെ സ്വിങ്ങിങ് എന്നും വെർട്ടിക്കൽ പ്ലെയിനിലാണ് നമ്മളത് തിരിക്കുന്നതെങ്കിൽ നമ്മളതിനെ ട്രാൻസിറ്റിംഗ് എന്ന് നമ്മൾ പറയും. അതുകൊണ്ടാണ് നമ്മളതിനെ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത ഇപ്പോൾ നമുക്ക് ഡംബി ലെവൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഡംബി ലെവൽ നമ്മൾ നമ്മുടെ ലെവലിംഗ് സ്റ്റാഫിൽ റീഡിംഗ് എടുക്കാൻ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലോ. അതിൽ പക്ഷേ അതിൻ്റെ ടെലസ്കോപ്പിനെ നിങ്ങൾക്ക് വെർട്ടിക്കലി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നോ? നിങ്ങൾ ഹൊറിസോണ്ടലി തിരിച്ചിട്ടല്ലേ നിങ്ങളത് എടുത്തിരുന്നത്. പക്ഷേ തിയോഡലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വെർട്ടിക്കൽ ആംഗിൾ, അതായത് ഇപ്പോൾ ആംഗിൾ മെഷർമെൻറ്റ് മാത്രമല്ല തിയോഡലൈറ്റിൻ്റെ ഉപയോഗമെന്ന് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കതിൻ്റെ സർവേ ലൈൻ നീട്ടുന്നതിനും അതുപോലെ തന്നെ എലിവേഷൻ പോയിന്റുകൾ എടുക്കുന്നതിന്, ഹൈറ്റ് മെഷർ ചെയ്യുന്നതിന്, അങ്ങനെ പല ടൈപ്പ് ഉപയോഗങ്ങളുണ്ട് നമുക്ക് ഈ തിയോഡലൈറ്റ് ഉപയോഗിച്ചിട്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ആംഗിൾ മാത്രം വെർട്ടിക്കൽ ആംഗിൾ മാത്രം മെഷർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലൈനിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യണുള്ളൂ. പക്ഷെ നമുക്കത് ഹൈറ്റ് മെഷറിന് വേറെയും കുറേ ഉപയോഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് തിയോഡലൈറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അത് വെർട്ടിക്കൽ ആംഗിൾ എടുക്കണമെങ്കിൽ നമുക്ക് ടെലസ്കോപ്പിനെ
നമുക്ക് എന്ത് ചെയ്യണം? അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ചെയ്യണം അല്ലേ? മുകളിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നമുക്കതിനെ താഴേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഈ ടെലസ്കോപ്പിനെ രണ്ട് രീതിയിൽ, അതായത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ വെർട്ടിക്കൽ ആംഗിളും ഹൊറിസോണ്ടൽ ആംഗിളും ഒരേ സമയം എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് തിയോഡലൈറ്റിൻ്റെ പ്രത്യേകത. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി ഇപ്പോൾ ഇതിൽ പറയുന്നത് ഇപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനും അല്ലെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ, പ്ലെയിൻ എന്ന് പറയുന്നത് ആ പ്രതലം എന്ന് പറയുന്നത് ഹൊറിസോണ്ടലാണ്. അപ്പോൾ അതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ആണ് നമുക്കതിൻ്റെ ആക്സിസ് വരുന്നത് അല്ലേ? അതുകൊണ്ട് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെലസ്കോപ്പിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ നമുക്കൊരു ഇമാജിനറി ലൈൻ പാസ് ചെയ്ത് പോവില്ലേ, ഒരു ആക്സിസ് നമുക്ക് കടന്നു പോവില്ലേ. ഇപ്പോൾ ഒരു സർക്കിൾ ആണെന്ന് വിചാരിക്കുക, ഒരു ട്യൂബ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയല്ല, നമ്മൾ ടെലസ്കോപ്പിനെയാണ് പറയണത്. ടെലസ്കോപ്പ് ഉണ്ടല്ലോ, ടെലസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് രണ്ട് എൻഡും നമുക്ക് അതിൻ്റെ സർക്കിൾ അല്ലേ. ടെലസ്കോപ്പ് മാത്രമായിട്ട് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് തിരിക്കില്ലല്ലോ, ടെലസ്കോപ്പ് വെർട്ടിക്കലായിട്ട് മാത്രമല്ല തിരിക്കണുള്ളൂ. ടെലസ്കോപ്പ് വെർട്ടിക്കലായിട്ട്, പക്ഷേ ടെലസ്കോപ്പിന് തന്നെയാണ് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് തിരിക്കുന്നത്. ആ തിരിക്കുമ്പോൾ അപ്പർ പ്ലേറ്റ് ലോവർ പ്ലേറ്റിൽ റീഡിങ് മാറുന്നു എന്നുള്ളൂ. അതിലൊരു സ്പിൻഡിലിൻ്റെ മുകളിലാണ് ആ സംഭവം നിൽക്കുന്നത്. ഒരു സ്പിൻഡിലുമലാണ് നമ്മൾ ഈ പ്ലേറ്റ് സംഭവങ്ങളൊക്കെ നമ്മളത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ സ്പിൻഡിലിൻ്റെ ഇന്നറിലും ഔട്ടറിലൊക്കെ ആയിട്ടാണ് നമ്മളിത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കത് ഒന്നും കൂടി നമുക്കത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇനി ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ തിരിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ റൊട്ടേഷൻ വരുന്നത്, എങ്ങനെയാണ് ഏത് പ്ലെയിനിലാണ് നമ്മളതിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി അത് ചെയ്യുന്ന സമയത്ത്, അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വന്നിട്ട് ചെയ്തിട്ട് അങ്ങനെ പോവുകയാണ്, ഡീറ്റെയിൽഡായിട്ട് തിയറി ക്ലാസ്സുകൾ കേട്ടിട്ട് ചെയ്യണതല്ലല്ലോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ശ്രദ്ധിക്കാം. നമ്മൾ ടെലസ്കോപ്പിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇതിൻ്റെ ഹൊറിസോണ്ടൽ പ്ലെയിനും അതുപോലെ തന്നെ വെർട്ടിക്കൽ പ്ലെയിനെ കുറിച്ച് നമ്മളിതിൽ പറയുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, വെർട്ടിക്കൽ പ്ലെയിനിലാണ് ഹൊറിസോണ്ടൽ ആക്സിസ്, അതായത് വെർട്ടിക്കൽ സർക്കിളും വെർട്ടിക്കൽ പ്ലെയിനിലും നമുക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന അതിൻ്റെ ആക്സിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ പ്ലെയിനിലാണ് നമുക്കതിൻ്റെ ഇത് വരുന്നത്, ഹൊറിസോണ്ടൽ ആക്സിസ് നമുക്ക് വരുന്നത് വെർട്ടിക്കൽ പ്ലെയിനിൽ ആ ഒരു പൊസിഷൻ. ഇപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ ആ പ്ലെയിനിൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ, അപ്പോൾ ഒരു ലൈൻ ഹൊറിസോണ്ടലായിട്ട് നിൽക്കുമ്പോൾ നമുക്കതിൻ്റെ ആക്സിസ് വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ അല്ലേ നമുക്ക് വരിക. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇനിയിപ്പോൾ വെർട്ടിക്കലായിട്ടാണ് ഒരു പ്ലെയിൻ, അതായത് സ്ട്രെയിറ്റ് ആയിട്ടാണ് വെർട്ടിക്കലായിട്ടാണ് ഒരു പ്ലെയിൻ നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ നമുക്ക് ലെഫ്റ്റും റൈറ്റും ആണ് നമുക്ക് അതിൻ്റെ ആക്സിസ് വരിക. ആ ഒരു ലൈൻ പോലെ നമ്മൾ അതിനെ ഇമാജിൻ ചെയ്തിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടും. നമുക്കിനി അത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ മതി, അപ്പോൾ നമുക്കത് മനസ്സിലാവും. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് അത് തന്നെയാണ്, വെർട്ടിക്കൽ ആക്സിസ് സെയിം തന്നെയാണ്. നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ തിരിക്കാവുന്ന ആക്സിസിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ആക്സിസ് എന്ന് നമ്മൾ പറയുന്നത്. ആ സെയിം തന്നെയാണ് രണ്ടും. അടുത്തതാണ് പറയുന്നത് ലൈൻ ഓഫ് കോളിമേഷൻ. ഈ ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്ന വേർഡ് എനിക്ക് തോന്നുന്നു കോമ്പസ് സർവേ എടുക്കുമ്പോൾ തൊട്ട് ഞാൻ പറയുന്നുണ്ട്, ഈ ലൈൻ ഓഫ് കോളിമേഷൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ്. അത് കോമ്പസ് സർവേയിലും പ്ലെയിൻ ടേബിൾ സർവേയിലും ലെവലിങ്ങിലും ഞാൻ ഈ ലൈൻ ഓഫ് കോളിമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇമാജിനറി ലൈൻ ആണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ലൈൻ ഓഫ് കോളിമേഷൻ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ കോമ്പസിനെ എടുക്കാം, നമ്മൾ രണ്ടാമത് ഉപയോഗിച്ചിരുന്ന സർവേയാണ് കോമ്പസ് സർവേ. കോമ്പസിൽ നമ്മൾ പ്രിസ്മാറ്റിക് കോമ്പസ് നമ്മളെല്ലാവരും യൂസ് ചെയ്തതാണ്. അപ്പോൾ ഈ പ്രിസ്മാറ്റിക് കോമ്പസിൽ നമുക്ക് ഐ വെയിനും ഉണ്ടായിരുന്നു, ഒബ്ജക്റ്റ് വെയിനും ഉണ്ടായിരുന്നു ഇല്ലേ, ഒരു നൂല് പോലെ വെച്ചിട്ട് പിന്നെ നമ്മളൊരു ഐ പീസിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നോക്കിയിട്ട് റേഞ്ചിങ് റോഡിനെ ഒരേ ലെവലിൽ കൊണ്ടുവന്നിട്ടാണ്. അപ്പോൾ ഈ ഐ പീസും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒബ്ജക്റ്റ് വെയിനിലെ നൂലും ഈ റേഞ്ചിങ് റോഡിനെ നമ്മൾ ഒരേ ലൈനിൽ കൊണ്ടുവരുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇത് ഒരേ ലൈനിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇമാജിനറി ലൈൻ, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടൊരു ഇമാജിനറി ലൈൻ വരുന്നുണ്ട്. ആ ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത്. ഇനി പ്ലെയിൻ ടേബിൾ സർവേയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഉപയോഗിച്ചിരുന്ന നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ആയുധം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ആലിഡൈഡാണ്. അതായത് വരയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മൾ സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ആലിഡൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആലിഡൈഡിൽ ഇതുപോലെ തന്നെ ഒബ്ജക്റ്റ് വെയിനും ഉണ്ടായിരുന്നു,
ഐ വെയിനും ഉണ്ടായിരുന്നു. അതായത് ഒരു സ്ലിറ്റിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ നോക്കിയിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു സ്ലിറ്റിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ നോക്കിയിരുന്നത്. അതിൻ്റെ അപ്പുറത്ത് ഒബ്ജക്റ്റ് വെയിനിൽ ഒരു നൂലുണ്ടായിരുന്നു. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, റേഞ്ചിങ് റോഡായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് തമ്മിൽ ഒരു ഇമാജിനറി ലൈൻ, അതായത് ഈ സ്ലിറ്റും ഈ ഒബ്ജക്റ്റ് വെയിനിലെ നൂലും നമ്മുടെ റേഞ്ചിങ് റോഡും തമ്മിൽ ഒരു ഇമാജിനറി ലൈൻ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതേ സെയിം സംഭവം തന്നെയാണ് നമ്മൾ എവിടെ ഡംബി ലെവലിൽ നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഡംബി ലെവൽ വന്നപ്പോൾ കുറച്ചും കൂടി നമുക്ക് ആ വാക്കിന് കുറച്ചും കൂടി അർത്ഥം വരും. അതായത് ലൈൻ ഓഫ് കോളിമേഷൻ എന്ന വാക്കിന് കുറച്ചുകൂടി അർത്ഥം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡംബി ലെവലിൻ്റെ ടെലസ്കോപ്പ്, ഈ ടെലസ്കോപ്പിൻ്റെ നമുക്കറിയാം ടെലസ്കോപ്പിൻ്റെ രണ്ട് എൻഡിലും നമുക്ക് സർക്കിളാണല്ലേ, റൗണ്ടാണ്. അതായത് വൃത്തത്തിലാണ് രണ്ട് എൻഡും കിടക്കുന്നത്. സർക്കിളാണ് രണ്ട് എൻഡും. ഒന്ന് ചെറുത്, ഐ പീസ് ഒന്ന് ചെറുതും ഒബ്ജക്റ്റ് ഗ്ലാസിൻ്റെ അവിടെ ഇച്ചിരി വലുതാണെന്നുള്ളൂ. പക്ഷേ രണ്ടും എന്താണ്, സർക്കിളാണ്. അപ്പോൾ രണ്ട് സർക്കിളുകൾ ഈ ടെലസ്കോപ്പിൻ്റെ രണ്ടറ്റത്തും വരുമ്പോൾ ഈ രണ്ട് സർക്കിളുകൾക്കും സെൻറ്ററിൽ ഒരു പോയിന്റ് ഉണ്ടല്ലോ. നമ്മൾ അതിൻ്റെ അകത്ത് നമുക്ക് ക്രോസ് വയേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഐ പീസിലൂടെ നോക്കുമ്പോൾ ഒബ്ജക്റ്റ് ഗ്ലാസ്സിൽ ക്രോസ് വയേഴ്സ് കണ്ടിട്ടുണ്ട്. ആ ക്രോസ് വയേഴ്സിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റ് ഗ്ലാസിൻ്റെ സെൻറ്ററാണ്. അപ്പോൾ ആ സെൻറ്ററും നമ്മുടെ ഐ പീസ് നമ്മൾ നോക്കുന്ന കണ്ണുകൊണ്ട് ടെലസ്കോപ്പിലൂടെ നമ്മൾ കണ്ണുകൊണ്ട് നോക്കുന്ന ഭാഗത്ത് അവിടുത്തെ ആ സർക്കിളിലെ ആ സെൻറ്ററും നമ്മുടെ അപ്പുറത്തെ സൈഡിലെ ഒബ്ജക്റ്റ് നമ്മുടെ ക്രോസ് വയേഴ്സ് വന്നിട്ടുള്ള അതിൻ്റെ സെൻറ്ററും, ആ രണ്ട് സെൻറ്ററുകൾ തമ്മിൽ ഒരു ഇമാജിനറി ലൈൻ, ഒരു സെൻറ്റർ ലൈൻ നമുക്കതിൽ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ സെൻറ്റർ ലൈനാണ് ഈ ക്രോസ് വയേഴ്സ് എവിടെ നമ്മൾ ലെവലിംഗ് സ്റ്റാഫിൽ എത്തുന്നു ആ റീഡിംഗ് ആണ് നമ്മൾ ലെവലിങ്ങിൽ നമ്മൾ എടുത്തിരുന്നത് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ ലൈൻ ഓഫ് കോളിമേഷൻ, ആ ഇമാജിനറി സെൻറ്റർ ലൈൻ, ആ ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൈൻ ഓഫ് കോളിമേഷൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഐ പീസിൻ്റെ സെൻറ്റർ മുതൽ ഒബ്ജക്റ്റ് ഗ്ലാസിൻ്റെ സെൻറ്റർ വരെ ഒരു ഇമാജിനറി ലൈൻ. ഇപ്പോൾ ഒരു പൈപ്പ്, ഒരു ട്യൂബ്, ആ ട്യൂബിന് രണ്ട് ഭാഗവും സർക്കിളായിട്ടുള്ള ഒരു ട്യൂബ്, ആ ട്യൂബിന് എന്തായാലും നമുക്കൊരു സെൻറ്റർ ലൈൻ പാസ് ചെയ്ത് പോവില്ലേ. ആ സെൻറ്റർ ലൈൻ പാസ് ചെയ്ത് പോയി നമ്മൾ ലെവലിംഗ് സ്റ്റാഫിൽ കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിൻ്റാണ് നമ്മളതിൻ്റെ ഹൈറ്റായിട്ട് നമ്മൾ മെഷർ ചെയ്തിരുന്നത് അല്ലേ. അല്ലാതെ ഇപ്പോൾ ഞാൻ ഈ ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്ന വാക്ക്, അതായത് ഈ കോളിമേഷൻ എന്ന് പറയുന്ന വാക്ക് നമുക്ക് നമ്മുടെ ലെവലിങ്ങിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അല്ലേ. രണ്ട് പ്രോബ്ലം നമ്മൾ ചെയ്തിരുന്നത്, ഒന്ന് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റും രണ്ടാമത്തേത് റൈസ് ആൻഡ് ഫോൾ മെത്തേഡും. ഇത് കണക്റ്റഡ് ആയതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂട്ടോ. ഇതൊന്നും നമുക്ക് പരീക്ഷയ്ക്കുള്ളതല്ല. എന്നാൽ പോലും ഈ ലൈൻ ഓഫ് കോളിമേഷൻ്റെ വാക്കിൻ്റെ ഇമ്പോർട്ടൻസ് ഇത് നമുക്ക് ചോദിക്കാറുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ലൈൻ ഓഫ് കോളിമേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ഡംബി ലെവലിൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൈറ്റ് പറഞ്ഞിരുന്നത്. അതായത് നമ്മൾ ആ ടെലസ്കോപ്പിൻ്റെ ഏറ്റവും ടോപ്പിലാണ് എന്തിരുന്നിരുന്നത്, നമ്മുടെ സ്പിരിറ്റ് ലെവൽ ഇരുന്നിരുന്നത്, ഡംബി ലെവലിൻ്റെ. പക്ഷേ അതെല്ലാം നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൈറ്റായിട്ട് എടുക്കുന്നത് ഈ ലൈൻ ഓഫ് കോളിമേഷൻ ആണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൈറ്റായിട്ട് നമ്മൾ എടുത്തിരുന്നത്. എന്നിട്ടാണ് നമ്മളതിൽ പ്രോബ്ലം ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്ന ഇതിന് നമ്മൾ പ്ലെയിൻ ഓഫ് കോളിമേഷൻ എന്നുള്ളൊരു പേരും കൂടി നമ്മളതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്ന ഒരു ഇമാജിനറി ലൈനാണ് നമ്മുടെ ടെലസ്കോപ്പിൻ്റെ സെൻറ്ററും ടെലസ്കോപ്പിൻ്റെ ഐ പീസിൻ്റെ സെൻറ്ററും ഒബ്ജക്റ്റ് ഗ്ലാസിൻ്റെ സെൻറ്ററും തമ്മിലൊരു പോകുന്നുണ്ട്, ഒരു ഇമാജിനറി ലൈൻ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ റീഡിംഗ് ആണ് ആ സെൻറ്ററാണ് നമ്മൾ എവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ റേഞ്ചിങ് റോഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്യിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് പറഞ്ഞാൽ ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ്. ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ്. ലെവൽ ട്യൂബിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ കർവിൻ്റെ മധ്യത്തിൽ, അതായത് നമ്മുടെ നമുക്ക് തിയോഡലൈറ്റിൽ രണ്ട് ലെവൽ ട്യൂബുകൾ ഉണ്ട് അല്ലേ. അത് ചോദിക്കാറുള്ളതാണ് കേട്ടോ. വൺ വേർഡ് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുള്ളതാണ് തിയോഡലൈറ്റിൽ എത്ര ലെവൽ ട്യൂബുകൾ ഉണ്ടെന്നുള്ളത്. എത്ര ലെവൽ ട്യൂബ് ഉണ്ട്? 2 ലെവൽ ട്യൂബ് ഉണ്ട്. അതിൻ്റെ പേരുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് പ്ലേറ്റ് ലെവൽ ട്യൂബ്. പ്ലേറ്റിൻ്റെ മുകളിലിരിക്കുന്നത് കൊണ്ട് അപ്പർ പ്ലേറ്റിൻ്റെ മുകളിലാണ് ഇരിക്കണത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പ്ലേറ്റ് ലെവൽ ട്യൂബ് എന്നും, വെർട്ടിക്കൽ സർക്കിളിൻ്റെ മുകളിലിരിക്കുന്നതിനെ നമ്മൾ ആൾട്ടിറ്റ്യൂഡ് ലെവൽ ട്യൂബ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി എന്താണ് ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ്? ലെവൽ ട്യൂബിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ലെവൽ ട്യൂബിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ കർവ്, നീളത്തിൽ വരുന്ന അതിൻ്റെ കർവിൻ്റെ മധ്യത്തിൽ ടാൻജൻഷ്യലായിട്ട് ടാൻജൻഷ്യലായിട്ടുള്ള നേർരേഖയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് അല്ലെങ്കിൽ ബബിൾ ലൈൻ എന്ന് പറയുന്നത്.
നമുക്കറിയാം ഒരു നീളനെയാണ് ഈ ലെവൽ ട്യൂബ് നമ്മൾ അതിൻ്റെ മുകളിൽ ഇരിക്കണേ അല്ലേ. 2 ലെവൽ ട്യൂബുകളും ഇരിക്കുന്നത് നീളനെയാണ്, പക്ഷേ അതൊരു ട്യൂബാണ് അല്ലേ. ട്യൂബിന് അതിൻ്റെ ഉള്ളിൽ ബബിളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ലെവൽ ട്യൂബിൻ്റെ ലോങ്ജിറ്റ്യൂഡിനൽ കർവ്, അതിൻ്റെ നീളത്തിലായിട്ട് വരുന്ന ആ കർവിൻ്റെ മധ്യത്തിലായിട്ട് ടാൻജൻഷ്യലായി വരുന്ന നേർരേഖയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്സിസ്. ആ ട്യൂബിൻ്റെ സെൻറ്റർ, അതിന് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് എന്ന് നമ്മൾ പറയുന്നത്. ആ ബബിളൊക്കെ കടന്നു പോകുന്ന അതിൻ്റെ സെൻറ്റർ, ബബിളൊക്കെ നിൽക്കുന്ന അതിൻ്റെ സെൻറ്റർ ഭാഗം. അപ്പോൾ ഈ ലോങ്ജിറ്റ്യൂഡിനലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ട്യൂബിൻ്റെ ഇപ്പുറത്തെ എൻഡ് മുതൽ അപ്പുറത്തെ എൻഡ് വരെയുള്ള ലോങ്ജിറ്റ്യൂഡിനൽ കർവ്, അങ്ങനെ വരുന്ന ആക്സിസിനെയാണ് നമ്മൾ ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ്, ലെവൽ ട്യൂബിൻ്റെ ആക്സിസ് ആയിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ എന്താണ് പറയുന്നത്, സെൻറ്ററിങ്. സെൻറ്ററിങ് എന്ന വാക്ക് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? തിയോഡലൈറ്റിനെ കൃത്യമായി സ്റ്റേഷൻ മാർക്കിൽ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻറ്ററിങ് എന്ന വാക്ക്. നമ്മൾ എല്ലാത്തിലും ഇപ്പോൾ കോമ്പസിലും അതുപോലെ തന്നെ പ്ലെയിൻ ടേബിൾ ലെവലിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് സെൻറ്ററിങ് എന്നത്. നമ്മുടെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റിലെ ഒരു പോയിൻ്റാണല്ലേ അതിലൊക്കെ എല്ലാ സർവേയിലെയും മെയിനായിട്ട് വരുന്ന ഒരു പോയിൻ്റാണ് സെൻറ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻറ്ററിങ് നടത്തുന്നതിന് നമ്മൾ 2 ഇൻസ്ട്രുമെൻറ്റുകളാണ്, നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് പറഞ്ഞു, എന്നാലും പറയാണ്. സെൻറ്ററിങ് നടത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലംബ് ബോബ് ഉപയോഗിച്ച് നമുക്ക് സെൻറ്ററിങ് നടത്താം. അതുപോലെ തന്നെ എന്താണ് പ്ലമ്മറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് തിയോഡലൈറ്റിലുണ്ട്. അതിലൂടെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻറ്ററിങ് നടത്താം. നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയിട്ട് താഴെ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തത് ഓർക്കുന്നുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തത് വരുന്നതാണ് ട്രാൻസിറ്റിങ്. എന്താണ് ട്രാൻസിറ്റിങ് എന്ന് പറയുന്നത്? ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ ട്രാൻസിറ്റിങ് എന്നൊക്കെ പറയുന്നത്. ടെലസ്കോപ്പ് കുത്തനെയുള്ള പ്ലെയിനിൽ ടെർണിയൻ ആക്സിസിൽ 180 ഡിഗ്രിയിൽ തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രാൻസിറ്റിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇത് ഒരു വെർട്ടിക്കലി നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. അത് 360 ഡിഗ്രിയിൽ തന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, ആംഗിൾ മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മളതിനെ 180 ഡിഗ്രിയിൽ മാത്രമേ തിരിക്കുള്ളൂ. അത് ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞിരുന്നു. അതായത് നമ്മൾ അപ്പോൾ ആദ്യം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഫേസ് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ആദ്യം ഒരു റീഡിങ് എടുക്കുമ്പോൾ, ആദ്യം ഹൊറിസോണ്ടൽ ആംഗിൾ എടുക്കുന്ന സമയത്ത് ഏത് മെത്തേഡ് ചെയ്യുമ്പോഴും നമ്മളതിൻ്റെ ഫേസ് വെർട്ടിക്കലായിട്ടാണ് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ വെച്ചിരുന്നത്. അപ്പോൾ ഈ ഫേസ് ലെഫ്റ്റ് സൈഡിൽ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ തിയോഡലൈറ്റിൻ്റെ ഫേസ് നമ്മൾ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഇതിലെ വെർട്ടിക്കൽ സർക്കിൾ എവിടെയാണോ, എവിടെയാണോ ഇരിക്കുന്നത്, നമ്മുടെ റൈറ്റ് സൈഡിലാണെങ്കിൽ അത് റൈറ്റ് ഫേസ് ആണ്, നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ അത് ലെഫ്റ്റ് ഫേസ് ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെഫ്റ്റ് ഫേസിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസിറ്റിങ് പറഞ്ഞു വന്നത് എന്തായിരുന്നു? ട്രാൻസിറ്റിങ് തന്നെയല്ലേ പറഞ്ഞു വന്നത്? അതെ. അപ്പം നമ്മൾ ഇത് എന്നിട്ട് ലെഫ്റ്റ് ഫേസിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് ഇതിനെ 2 ഇതിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ലെഫ്റ്റ് ഫേസും ചെയ്യും, നമ്മൾ റൈറ്റ് ഫേസും ചെയ്യും. ഇത് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ആക്യുറസി, അതായത് ലെഫ്റ്റ് ഫേസിൽ ചെയ്ത അതേ റീഡിങ്ങുകൾ തന്നെയാണോ നമുക്ക് റൈറ്റ് ഫേസ് ചെയ്യുമ്പോഴും കിട്ടുന്നത് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതായത് അത്രയും ആക്യുറസി നമുക്കതിന് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും കൂടി ആവറേജ് എടുത്തിട്ടാണ് നമ്മളതിൻ്റെ ഹൊറിസോണ്ടൽ ആംഗിൾ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ തിരിക്കുന്ന സമയത്ത്, അതായത് ഇപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ വെച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിയോഡലൈറ്റ്, എന്നിട്ട് നമുക്കതിൻ്റെ ഫേസ് നമുക്ക് എവിടേക്ക് മാറ്റണം, റൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളതിനെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റിനെ പിടിച്ച് തിരിക്കുകയല്ല നമ്മൾ ചെയ്യണേ. ആദ്യം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ടെലസ്കോപ്പിൻ്റെ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ 180 ഡിഗ്രിയിൽ എവിടേക്ക് തിരിക്കും, നമ്മുടെ ഓപ്പോസിറ്റിലേക്ക് നമ്മൾ തിരിക്കും. നമ്മളത് ഐ പീസിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗം അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ തിരിച്ചു വയ്ക്കും. എന്നിട്ട് നമ്മൾ റൈറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സ്വിങ് ആണ് നമ്മൾ ചെയ്യുന്നത്.
അത് സ്വിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്വിങ് ചെയ്തിട്ട് തിരിച്ചു, അല്ലാതെ നമ്മൾ ടെലസ്കോപ്പിനെ 180 ഡിഗ്രി നമ്മൾ 360 ഡിഗ്രിയിൽ നമ്മൾ തിരിക്കുന്നില്ല. നമ്മളെപ്പോഴും അതിനെ 180 ഡിഗ്രിയിലാണ് നമ്മൾ തിരിക്കുന്നുള്ളൂ, 180 ഡിഗ്രിയിൽ. തിരിച്ചിങ്ങോട്ട് വരുമ്പോഴും അതേപോലെ തന്നെ ടെലസ്കോപ്പിനെ തിരിച്ചു വെച്ചിട്ടാണ് നമ്മൾ റൈറ്റ് സ്വിങ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ടെലസ്കോപ്പിനെ 180 ഡിഗ്രിയിൽ നമുക്ക് 360 ഡിഗ്രിയിൽ നമുക്ക് തിരിക്കാൻ പറ്റുമെങ്കിലും നമ്മൾ 180 ഡിഗ്രിയിലാണ് ഹൊറിസോണ്ടൽ ആംഗിൾ എടുക്കുമ്പോൾ നമ്മൾ തിരിക്കുന്നത് കേട്ടോ. ഹൊറിസോണ്ടൽ ആംഗിൾ എടുക്കുമ്പോൾ നമ്മൾ തിരിക്കുന്നത്, റൈറ്റ് സ്വിങ്ങും ലെഫ്റ്റ് സ്വിങ്ങും നമ്മൾ ചെയ്യുന്നത് 180 ഡിഗ്രിയിൽ ടെലസ്കോപ്പിനെ തിരിച്ചിട്ടാണ്. പിന്നെ നമുക്കതിൻ്റെ എന്താ പറയുക, വെർട്ടിക്കൽ ആംഗിൾ എടുക്കുന്ന സമയത്ത് അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റില്ല. നമ്മൾ ഹൈറ്റൊക്കെ മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരും. ഇപ്പോൾ ഹൊറിസോണ്ടൽ ആംഗിൾ എടുക്കുന്ന സമയത്ത് നമ്മളതിനെ 180 ഡിഗ്രിയിലാണ് ഈ ടെലസ്കോപ്പിനെ നമ്മൾ തിരിക്കുന്നത്. അപ്പോൾ ആ തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നത്. ഈ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ട്രാൻസിറ്റിംഗ്. അതുകൊണ്ടാണ് നമ്മളിതിനെ നമ്മൾ ഉപയോഗിക്കുന്ന തിയോഡലൈറ്റിൻ്റെ പേരെന്താണ്, ട്രാൻസിറ്റ് തിയോഡലൈറ്റ് ആണ് അല്ലേ. 2 തരത്തിലാണ് തിയോഡലൈറ്റ് ഉള്ളത്, ട്രാൻസിറ്റ് തിയോഡലൈറ്റും നോൺ ട്രാൻസിറ്റും. അപ്പോൾ അതിൽ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്നുള്ള പേര് വരാനുള്ള മെയിൻ കാരണം തന്നെ ഈ ഒരു വേർഡാണ്. നമ്മൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ടെലസ്കോപ്പിനെ നമ്മൾ 180 ഡിഗ്രിയിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ലെഫ്റ്റ് സ്വിങ്ങോ റൈറ്റ് സ്വിങ്ങോ ചെയ്തിട്ടാണ് നമ്മൾ ഈ ലെഫ്റ്റ് റൈറ്റ് മെഷർമെൻറ്റുകൾ നമ്മൾ എടുക്കുന്നത്. അടുത്ത വാക്കാണ് ടെലസ്കോപ്പ് സ്വിങ്ങിങ്. ഇപ്പോൾ സ്വിങ്ങിങ്, ഇപ്പോൾ ട്രാൻസിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. സ്വിങ്ങിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൊറിസോണ്ടലി റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്വിങ്ങിങ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, ക്ലോക്ക് വൈസ് ദിശയിലേക്കാണെങ്കിൽ റൈറ്റ് സ്വിങ് എന്നും ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിലേക്കാണെങ്കിൽ നമ്മളതിനെ ലെഫ്റ്റ് സ്വിങ് എന്നും നമ്മൾ പറയുന്നതാണ്. ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് സ്വിങ്ങും ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സ്വിങ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. സ്വിങ് 2 രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളതിനെ ടെലസ്കോപ്പിനെ 180 വെച്ചിട്ടാണ് നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നത്. അടുത്തതാണ് ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ. ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് മെത്തേഡ് ചെയ്യായാലും, അപ്പോൾ നമുക്ക് ആകെ ചെയ്യാനുള്ളത് 4 മെത്തേഡാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതായത് ഏതൊക്കെയാണ്, നമ്മൾ ചെയ്ത മെത്തേഡുകളൊക്കെയാണ് ഓർഡിനറി മെത്തേഡ്, റിപ്പീറ്റേഷൻ മെത്തേഡ്, റീട്രേഷൻ മെത്തേഡ്, അതുപോലെ തന്നെ പിന്നെ അതിൽ വെർട്ടിക്കൽ ആംഗിൾ അത് വേറെയാണ്. ഇത് ഹൊറിസോണ്ടൽ ആംഗിൾ എടുക്കാനായിട്ട് 3 മെത്തേഡുകളാണ് നമുക്കുള്ളത്. ഒന്ന് ഓർഡിനറി മെത്തേഡ്, റിപ്പീറ്റേഷൻ മെത്തേഡ്, റീട്രേഷൻ മെത്തേഡ്. ഈ 3 മെത്തേഡ് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണ്, ആദ്യം വർക്ക് ചെയ്യുന്നത് ഫേസ് എവിടെയാണോ അതാണ് അതിൻ്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വെർട്ടിക്കൽ സർക്കിളിൻ്റെ ഫേസ് നിരീക്ഷകൻ്റെ വലതുഭാഗത്താണെങ്കിൽ ഈ ആംഗിൾ നിരീക്ഷണത്തെയാണ് ഫേസ്. അപ്പോൾ ആ വെർട്ടിക്കൽ ഫേസ് നമ്മുടെ ഏത് സൈഡിലാണോ അതാണ് അതിൻ്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. റൈറ്റിലാണ് വെർട്ടിക്കൽ സർക്കിൾ ഇരിക്കുന്നതെങ്കിൽ, നമ്മുടെ റൈറ്റിലാണ് വെർട്ടിക്കൽ സർക്കിൾ ഇരിക്കുന്നതെങ്കിൽ അത് എന്താണ്, റൈറ്റ് ഒബ്സർവേഷൻ ആണ്, ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ. ഇനി അത് ലെഫ്റ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ. നിരീക്ഷകൻ്റെ എന്ന ഒരു പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ആളുടെ, ഇപ്പോൾ സർവേയറുടെ ആണെങ്കിൽ സർവേയറുടെ ആവാം, അങ്ങനെ ആ വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെയാകാം. സർവേയറുടെ ലെഫ്റ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ ഫേസ്, എന്ത് ഫേസ് ഇരിക്കുന്നു, വെർട്ടിക്കൽ സർക്കിള് ലെഫ്റ്റിലാണെങ്കിൽ അത് ലെഫ്റ്റ് ഫേസും, വെർട്ടിക്കൽ സർക്കിള് റൈറ്റിലാണെങ്കിൽ അത് റൈറ്റ് ഒബ്സർവേഷനുമാണ്, മറ്റേത് ലെഫ്റ്റ് ഒബ്സർവേഷനുമാണ്. അതാണ് ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ, ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി ടെലസ്കോപ്പ് നോർമൽ എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ നമ്മളോട് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത് എവിടെയാണ്, ലെഫ്റ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യണത് അല്ലേ. ഫസ്റ്റത്തെ നമ്മുടെ ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷനാണ്. അങ്ങനെ ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷനിൽ ചെയ്യുന്ന ടെലസ്കോപ്പ് നോർമൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് എന്താണ്, ടെലസ്കോപ്പ് നോർമൽ എന്നാണ് നമ്മളതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഇപ്പോൾ നമ്മൾ സാധാരണ വർക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടും എടുത്തിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. പക്ഷേ എക്സാമിനൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ലെഫ്റ്റ് മാത്രമാണ് എടുക്കാൻ പറയുന്നത്. സെയിം തന്നെ നമ്മളോട് റൈറ്റിൽ എഴുതിയിട്ട് പ്രോബ്ലം ചെയ്യാനാണ് നമ്മളോട് സാധാരണ പറയാറുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും സമയം നമുക്ക് എടുക്കും ഇതെടുക്കാനും റീഡിങ് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ.
ഇനി ഇപ്പോൾ വെർട്ടിക്കൽ സർക്കിളിൻ്റെ ആണെങ്കിൽ വെർട്ടിക്കൽ സർക്കിളിൻ്റെ ഫേസ് ഇടതുഭാഗത്തും ബബിള് മുകളിലുമാണെങ്കിൽ ടെലസ്കോപ്പ് നോർമൽ അല്ലെങ്കിൽ ഡയറക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെർട്ടിക്കൽ സർക്കിൾ ആയാലും നമ്മുടെ അപ്പർ പ്ലേറ്റിലെ ഇതായാലും നമ്മുടെ എന്താ പറയുക, അതിൻ്റെ ഫേസ് ഇടതിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് നോർമലാണ്. ഫസ്റ്റ് നോർമൽ വർക്ക് എന്നാണ് ഫേസ് ലെഫ്റ്റിൽ അത് ആദ്യത്തെ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത്. പിന്നെ ടെലസ്കോപ്പ് ഇൻവെർട്ടഡ് എന്ന് പറയുന്നുണ്ട്. വെർട്ടിക്കൽ സർക്കിളിൻ്റെ ഫേസ് വലതുഭാഗത്തും ബബിള് താഴെയുമാണെങ്കിൽ ടെലസ്കോപ്പ് ഇൻവെർട്ടഡ് അല്ലെങ്കിൽ റിവേഴ്സ്ഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത്രയും വാക്കുകളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഇതിലെല്ലാ വാക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാനിതൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസിൽ ഇതെല്ലാം കണ്ടിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളതാണ് ഈ ആക്സിസുകൾ. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ നോക്കിയിട്ടുള്ള ഒരുപാട് ഇതിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ആക്സിസും വെർട്ടിക്കൽ ആക്സിസും, അതുപോലെ തന്നെ ഈ ലൈൻ ഓഫ് കോളിമേഷൻ, അതുപോലെ തന്നെ ട്രാൻസിറ്റിങ്, അതുപോലെ സ്വിങ്ങിങ്, ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ, റൈറ്റ് ഒബ്സർവേഷൻ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പറഞ്ഞ എല്ലാ വാക്കുകളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എഴുതേണ്ടതാണ്. നോട്ടാക്കിയിട്ട് നിങ്ങളിത് എഴുതേണ്ടതാണ്. പിന്നെ നമുക്കതിൽ പറയുന്നതാണ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ. ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. നമ്മളെല്ലാ ഇതുവരെ ചെയ്ത ചെയിൻ സർവേ ഒഴികെയുള്ള ബാക്കി എല്ലാ സർവേകളിലും നമ്മൾ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. കോമ്പസിലായാലും അതുപോലെ പ്ലെയിൻ ടേബിളിലായാലും അതുപോലെ ലെവലിലായാലും നമ്മൾ ടെമ്പററി. അപ്പോൾ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കതൊരു പുതിയ വാക്കല്ല അല്ലേ. അതായത് ടെമ്പററി ആയിട്ട് നമുക്ക് പെർമനൻ്റ് ആയിട്ട് അത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നില്ല. നമുക്കത് അറ്റ് പ്രസൻറ്റ് ചെയ്യുന്ന വർക്കിന് ടെമ്പററി ആയിട്ട് നമ്മൾ ആ ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യണത്. അതിന് നല്ല റീഡിങ്ങുകൾ കറക്റ്റായിട്ട് കിട്ടാനും അതൊക്കെ വേണ്ടിയിട്ട് നമ്മളതിനെ സെറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഓരോ വർക്ക് ചെയ്യുമ്പോഴും നമ്മളത് ചെയ്യണം അല്ലേ. അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ ഇന്നിപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നു. അടുത്ത ദിവസം ചെയ്യുമ്പോൾ അത് രണ്ടാമത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആ വർക്ക് ചെയ്യാനായിട്ട്. ഉപകരണം ഓരോ പ്രാവശ്യം സെറ്റ് ചെയ്യുമ്പോഴും ചെയ്യേണ്ട താൽക്കാലിക ക്രമീകരണങ്ങളാണ് ഈ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓരോ തവണ വർക്ക് ചെയ്യുമ്പോഴും നമ്മളിത് ചെയ്തിരിക്കേണ്ടതാണ്. അതിലൊന്നാമത്തെ പറയണതാണ് സെറ്റിംഗ് ഓവർ ദ സ്റ്റേഷൻ, അല്ലെങ്കിൽ സെറ്റിംഗ് അപ്പ് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ സെറ്റിംഗ് ഓവർ ദ സ്റ്റേഷൻ. അതായത് നമ്മുടെ സ്റ്റേഷൻ പോയിന്റിന് മുകളിൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ചെയ്യണത് എന്താണ്, ആദ്യം നമ്മൾ ട്രൈപോഡിൻ്റെ കാലുകൾ നല്ല രീതിയിൽ, പിന്നലെ നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ അടിയിൽ ഷൂ ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, മൊനയുള്ള ഷൂസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഗ്രൗണ്ടിലേക്ക് നല്ല രീതിയിൽ ഉറപ്പിച്ച് വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ട്രൈപോഡിൻ്റെ മുകളിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പറയണതാണ് എന്ത്, സെറ്റിംഗ് അപ്പ് അല്ലെങ്കിൽ സെറ്റിംഗ് ഓവർ ദ സ്റ്റേഷൻ. സ്റ്റേഷന് മുകളിൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യാണ്. രണ്ടാമത് പറയണതാണ് ലെവലിംഗ് അപ്പ്. സെറ്റിംഗ് അപ്പ് കഴിഞ്ഞ് രണ്ടാമത് പറയണതാണ് ലെവലിംഗ് അപ്പ്. അതായത് ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ ഉറപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ആ ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ലെവൽ ചെയ്യുന്നു. അതിനുശേഷം സെൻറ്ററിങ് ഇതിൽ പറയുന്നില്ല, ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെൻറ്ററിങ്ങിനെ കുറിച്ചിട്ട്. അതിൽ മൂന്നാമത്തെ പോയിൻ്റായിട്ട് ബന്ധം പാരലാക്സ്, എലിമിനേഷൻ ഓഫ് പാരലാക്സ് എന്നാണ് പറയുന്നത്. ഈ എലിമിനേഷൻ ഓഫ് പാരലാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെലസ്കോപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ടെലസ്കോപ്പിനകത്ത് നമ്മളതിൻ്റെ ഫോക്കസിങ് ക്ലിയർ ആക്കുക. നമ്മൾ ലെവലിൽ നമ്മൾ ഫോക്കസിങ് ആയിരുന്നു അല്ലേ നമുക്ക് വന്നിരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് അതിൻ്റെ അകത്ത് വരുന്ന എന്താ പറയുക ലൈൻസുകൾ, ആ ക്രോസേഴ്സ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ അതിൻ്റെ ഫോക്കസിങ് ക്ലിയർ ആക്കുക. അതാണ് നമ്മൾ എലിമിനേഷൻ ഓഫ് പാരലാക്സ്. പാരലാക്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതിനെ എലിമിനേറ്റ് ചെയ്തിട്ട് അതിനെ ക്ലിയർ ആക്കിയിട്ട് വിഷൻ ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ 3 പോയിന്റുകളാണ് നമുക്ക് എന്തിൽ വരുന്നത്, ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് തിയോഡലൈറ്റിൽ നമുക്ക് വരുന്നത്.
അതിൽ സെൻറ്ററിങ് കൊടുക്കാം. അതിലിപ്പോൾ 3 കൊടുത്തിട്ടുള്ളൂ, പക്ഷേ സെൻറ്ററിങ്ങും കൂടി നമുക്ക് ചെയ്യേണ്ടതാണ്. നമ്മൾ ഹൊറിസോണ്ടൽ ആംഗിൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ലൈനിൻ്റെ ബിയറിംഗ് ഒക്കെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ലൈനിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ സെൻറ്റർ പോയിൻറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ആ സെൻറ്റർ പോയിൻറ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് ആവശ്യമാണ്. ആക്സസിബിളായിട്ടും ഇന്നാക്സസിബിളായിട്ടും ചെയ്യാമല്ലോ. അപ്പോൾ ആക്സസിബിളായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് ആ AB ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് ആവശ്യമായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്, ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെൻറ്റർ. അപ്പോൾ സെൻറ്ററിങ്ങും നമുക്കതിൽ എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ അതിൽ ഒന്നാമത് കാണുന്നതാണ് സ്റ്റേഷനിൽ സെറ്റ് ചെയ്യൽ. അതായത് സെറ്റിംഗ് അപ്പ്. നമുക്കറിയാം ഗ്രൗണ്ടിൽ മാർക്കിൽ തിയോഡലൈറ്റ് സെൻറ്ററിങ് ചെയ്യുക. സെൻറ്ററിങ് ചെയ്യുന്നതിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്, പക്ഷെ അവർ ഓപ്ഷൻസിൽ അത് ഇട്ടിട്ടില്ല എന്നുള്ളൂ. ട്രൈപോഡിൻ്റെ കാലുകൾ എന്താ ക്രമീകരിച്ച് കൃത്യമായിട്ട് വയ്ക്കുക. ഇത്രയാണ് നമ്മൾക്ക് എന്തിൽ വരുന്നത്, സെറ്റിംഗ് അപ്പിൽ വരുന്നത്. നമ്മൾ എവിടെയാണോ തിയോഡലൈറ്റ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ഏത് പോയിൻ്റാണോ നമ്മൾ എടുക്കുന്നത്, ആ പോയിൻറ്റിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ട്രൈപോഡ് നല്ല രീതിയിൽ ഉറപ്പിച്ച് വെക്കുക എന്നുള്ളതാണ് സെറ്റിംഗ് അപ്പിൽ മെയിനായിട്ട് വരുന്നത്. സെൻറ്ററിങ് കറക്റ്റായിട്ട് ചെയ്യുക. ആ സെൻറ്ററിങ്ങിൽ പോയിൻറ്റിനനുസരിച്ചിട്ട് ട്രൈപോഡിൻ്റെ കാലുകൾ സെറ്റ് ചെയ്യുക, ക്രമീകരിച്ച് വയ്ക്കുക, സെറ്റ് ചെയ്യുക. അതിനുശേഷം ട്രൈപോഡിൻ്റെ കാലുകൾ ക്രമീകരിച്ച് അത് ലെവൽ ചെയ്യണം. നമുക്ക് ആ ട്രൈപോഡിൻ്റെ കാലിൻ്റെ മുകളിൽ നമുക്ക് ബബിൾ ട്യൂബ് ഉണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ട്രൈപോഡിൻ്റെ ലെഗിൻ്റെ മുകളിൽ നമുക്ക് ബബിൾ ട്യൂബ് ഉണ്ട്. അപ്പോൾ ആ ബബിൾ ട്യൂബ് വെച്ചിട്ട് നമുക്ക് ട്രൈപോഡ് നമുക്ക് ലെവൽ ചെയ്യാനായിട്ട് പറ്റും. സെൻറ്ററിങ്ങിന് മുമ്പായിട്ട് ട്രൈപോഡിൻ്റെ കാലുകൾ ക്രമീകരിച്ച് ട്രൈപോഡ് ഹെഡ് ഏതാണ്ട് ലെവൽ ചെയ്യണം. ബബിൾ ട്യൂബ് ഇല്ലാത്ത ട്രൈപോഡുകളും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ട്രൈപോഡ് തന്നെ ലെവൽ ചെയ്തിട്ട് വെക്കുക എന്നുള്ളതാണ്. ഇത് ട്രൈബ്രാച്ചിലുള്ള സർക്കുലർ ബബിൾ നോക്കിയോ കണ്ണുകൊണ്ട് നോക്കിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ട്രൈബ്രാക്കിൽ നമുക്ക് അതിൻ്റെ ബബിൾ കൊടുത്തിട്ടുണ്ടാവും. ആ ബബിൾ നോക്കിയിട്ടോ, അല്ലെങ്കിൽ നമുക്ക് ബബിൾ ഇല്ലെങ്കിൽ നമുക്കത് കണ്ണുകൊണ്ട് ഏകദേശം ലെവലാക്കിയിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. പിന്നെ അത് ആ പോയിന്റിൽ എഴുതിയിട്ടില്ല എന്നുള്ളൂ കേട്ടോ. പക്ഷേ ഇവരിതിൽ സെറ്റിംഗ് അപ്പ് കഴിഞ്ഞിട്ട് പിന്നെ സെൻറ്ററിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെൻറ്ററിങ് നമ്മൾ എഴുതാൻ വിട്ടു പോകരുത്. സെറ്റിംഗ് അപ്പ് കഴിഞ്ഞിട്ട് സെൻറ്ററിങ് കഴിഞ്ഞിട്ട് ലെവലിംഗ് അപ്പ് കഴിഞ്ഞിട്ടാണ് എലിമിനേഷൻ ഓഫ് പാരലാക്സ് വരുന്നത്. സെൻറ്ററിങ് പ്ലംബ് ലൈൻ തിയോഡലൈറ്റിൻ്റെ വെർട്ടിക്കൽ ആക്സിസ് സ്റ്റേഷൻ മാർക്കിൽ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ സെൻറ്ററിങ് എന്ന് പറയുന്നത്. നമ്മൾ പ്ലംബ് ബോബ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ പോയിന്റ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ താഴെയായിട്ട് അതിനുള്ള ഓപ്ഷൻ ഉണ്ടാവും, പ്ലംബ് ബോബ് തൂക്കിയിടാനായിട്ട്. അതിൽ നമ്മൾ വെർട്ടിക്കൽ ആക്സിസ് അല്ലേ, താഴേക്ക് അതിൻ്റെ വെർട്ടിക്കൽ ആക്സിസ് മാർക്ക് ചെയ്യലാണ് നമ്മൾ സെൻറ്ററിങ് ആയിട്ട് നമ്മൾ പറയുന്നത്. സെന്റർ നോക്കാനുള്ളൊരു ലെൻസ് ഉണ്ടായിരുന്നല്ലോ, പ്ലമ്മറ്റ്. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ഇൻസ്ട്രുമെന്റിൽ പ്ലംബ് ബോബ് തൂക്കിയിടാനുള്ള ഓപ്ഷൻ ഇല്ല. അത് നമ്മുടെ ഇൻസ്ട്രുമെന്റിന്റെ അതില്ലാത്ത എല്ലാ ഇൻസ്ട്രുമെന്റിനും ഈ ഓപ്ഷൻ ഇതുണ്ടാവണം എന്നില്ല, പ്ലംബ് ബോബ് ഇടാനുള്ളത്. പക്ഷെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതിനൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. അതിന് ശേഷമുള്ളതിന് നമുക്ക് ഈ ഒരു മറ്റേ ഏത് ചെയ്യുമ്പോഴായിരുന്നു, പ്ലെയിൻ ടേബിളിലല്ല ലെവൽ ചെയ്യുമ്പോഴാണെന്ന് കൊണ്ട് അതിൻ്റെ അടിയിൽ നമ്മൾ ആ ലോക്ക് ചെയ്യുന്നിടത്ത് ഒരു ഹുക്ക് പോലെ ഉണ്ട്. ആ ഹുക്കിൽ നമ്മൾ കൊളുത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും, ഈ പോയിന്റ് താഴെ. അങ്ങനെയാണ് താഴെ നമ്മൾ പോയിന്റ് മാർക്ക് ഒരു ഹുക്ക് പോലെ ആ ഇത് തിരിച്ച് വെക്കണോടത്ത് ഒരു ഹുക്ക് പോലെ സംഭവം കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മുടെ തിയോഡലൈറ്റ് എന്ന് പറയുന്നത് നമ്മളത് മൊത്തം റൗണ്ടാണ്. അത് നമ്മുടെ ട്രൈപോഡും വ്യത്യാസമുണ്ട്. ആ ട്രൈപോഡ് മൊത്തം റൗണ്ടിലാണ്, അതിൻ്റെ എന്താ പറയുക സർക്കിളായിട്ടാണ് അത് നമ്മളത് തിരിച്ചിട്ടല്ലേ നമ്മൾ കയറ്റി കൊടുക്കുന്നത്. നമ്മൾ ലെവലിൻ്റെ ഇത് ലെവലിംഗ് ഹെഡ് തിരിക്കുന്നതും ട്രൈപോഡിൽ ഫിറ്റ് ചെയ്യുന്നതും വ്യത്യാസമില്ലേ.
തിയോഡലൈറ്റും ലെവലും തമ്മിൽ വ്യത്യാസമുണ്ട്. ശരിക്ക് ലെവല്, അതായത് ഡംബി ലെവല് നമ്മൾ എങ്ങനെയാണോ ഫിക്സ് ചെയ്യുന്നത് അതുപോലത്തെ തിയോഡലൈറ്റുകളുണ്ട്. അപ്പോൾ അതിലാണെങ്കിൽ നമുക്ക് അതുപോലെ ഒരു ഹുക്ക് ഉണ്ടാവും. ആ ഹുക്കിൻ്റെ മുകളിൽ നമ്മൾ പ്ലംബ് ബോബ് കൊളുത്തിയിടും. അതില്ലാത്തത് കൊണ്ട് പ്ലമ്മറ്റും സാധാരണ എല്ലാ തിയോഡലൈറ്റിലും ഉണ്ടായിരിക്കും കേട്ടോ. പ്ലമ്മറ്റും ഉണ്ടായിരിക്കും, പ്ലംബ് ബോബും ഉണ്ടായിരിക്കും. രണ്ടും യൂസ് ചെയ്യാറുണ്ട് നമ്മൾ. പക്ഷേ ഇതിൽ നമുക്ക് പ്ലംബ് ബോബ് തൂക്കിയിടാനുള്ള ഓപ്ഷൻ നമുക്ക് ഇതിലില്ല. ഇനി ഇത് ഉണ്ടായിട്ട് അത് പോയതാണോ നമുക്കറിയില്ല. അതിൽ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ. കാരണം നമ്മൾ അതിൻ്റെ അടിഭാഗങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അവിടെ അതൊരു ഇതാണ് മൂടി. ആ മൂടി ഊരി എടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. റൗണ്ടാണ് അതിൻ്റെ അടിഭാഗം. ഓർമ്മയുണ്ടോ കണ്ടത്? പ്ലമ്മറ്റിനെ കുറിച്ചിട്ട് അവരിതിൽ പറയണില്ലേ, അവർ പ്ലംബ് ബോബ് ഇടുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ അത് കുറച്ചും കൂടി പഴയ സംഭവമായിരിക്കും, അതാവും. അപ്പം അങ്ങനെ സെൻറ്ററിങ് കഴിഞ്ഞു. അടുത്തപ്പോൾ പ്ലമ്മറ്റ് എന്നാണ് കേട്ടോ. അത് നമുക്ക് വൈവേലൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ പ്ലംബ് ബോബ് അല്ലാതെ സെൻറ്ററിങ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന തിയോഡലൈറ്റിലെ ആ ഭാഗത്തിനെ പറയുന്ന പേരാണ് പ്ലമ്മറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ പറയണതാണ് ലെവല്. അപ്പോൾ നമ്മൾ സെറ്റിംഗ് അപ്പ് കഴിഞ്ഞു, അതായത് ട്രൈപോഡ് നല്ല രീതിയിൽ സെറ്റ് ചെയ്തു, ലെവൽ ചെയ്തു. അതിന് ശേഷം നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ഫിക്സ് ചെയ്തു അല്ലേ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അത് സെൻറ്ററിങ് നടത്തി. ഇനിയാണ് നമ്മൾ അടുത്ത പ്രോസസ്സാണ് നമുക്ക് എന്ത് വരുന്നത്, ലെവലിംഗ് എന്ന് വരുന്നത് അല്ലേ. അപ്പോൾ ലെവലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, മുമ്പ് ചെയ്ത പോലെ തന്നെ ഡംബി ലെവൽ ചെയ്ത പോലെ തന്നെ ഫുഡ് സ്ക്രൂസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളിതിൽ ചെയ്യുന്നത്. 3 ഫുഡ് സ്ക്രൂസ് ഉണ്ട് നമുക്കതിൽ അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ അത് ചെയ്യുമ്പോൾ നമ്മൾ ഡംബി ലെവലിൽ നമ്മൾ ചെയ്തിരുന്നത് ടെലസ്കോപ്പ് ഒരു ജോഡി ഫുഡ് സ്ക്രൂവിനെ പാരലായിട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് 2 രീതിയിൽ, ടെലസ്കോപ്പിനെ വെച്ചിട്ടും ചെയ്യാം നമുക്ക്, അതുപോലെ തന്നെ ഈ ബബിൾ ട്യൂബിനെ പാരലാക്കി വെച്ചിട്ടും നമുക്ക്, അതായത് ഒരു ജോഡി ഫുഡ് സ്ക്രൂവിനെ നമ്മുടെ ലെവൽ ട്യൂബിനെ പാരലാക്കി വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ലെവല് ഫുഡ് സ്ക്രൂസ് തിരിച്ചിട്ട്. എങ്ങനെയാണ് ഫുഡ് സ്ക്രൂസ് തിരിക്കുന്നത്, മുൻപ് ചെയ്ത പോലെ തന്നെയാണ്. അതായത് ഒരേപോലെ അകത്തേക്കും ഒരേപോലെ പുറത്തേക്കും തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബബിളിനെ സെൻറ്ററിലാക്കിയിട്ടാണ്. അതേപോലെ തന്നെ നേരെ 3ാമത്തെ ഫുഡ് സ്ക്രൂവിനെ പാരലായിട്ട് വെച്ചിട്ട് വീണ്ടും നമ്മൾ ബബിള് സെൻറ്ററിലാക്കുന്നു. സെയിം പ്രോസസ്സ് തന്നെയാണ്, ലെവലിൽ ചെയ്യുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ തിയോഡലൈറ്റിലും ലെവൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ഫുഡ് സ്ക്രൂസ് എല്ലാം നമ്മൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യണം, അതൊക്കെ ഒന്നുകിൽ ഫുള്ള് താഴത്തായിട്ടായിരിക്കും അല്ലെങ്കിൽ ഫുള്ള് മുകളിലായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതിനെ ഏകദേശം എന്ത് ചെയ്യണം, ഒരു സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ തിരിച്ചിട്ട് നമ്മൾ അതിനെ കുറച്ചൊന്ന് തിരിച്ച് അത് വെക്കണം. അല്ലെങ്കിൽ ഒരേപോലെ അകത്തേക്കും പുറത്തേക്കും തിരിക്കുക എന്നുള്ള സിസ്റ്റം നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫുഡ് സ്ക്രൂസ് തിരിച്ചിട്ട് ഏതാണ്ട് ഒരു പകുതിയിലേക്ക് 3 സ്ക്രൂസിനെയും ഒരേപോലെ നമ്മൾ കൊണ്ടുവന്ന് വെക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ജോഡി ഫുഡ് സ്ക്രൂവിന് പാരലായിട്ട് നമ്മുടെ നമ്മുടെ ലെവൽ ട്യൂബ് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഈ ബബിള് സെൻറ്ററിലാക്കുക. അതിനുശേഷം നേരെ തിരിച്ച് അതിൻ്റെ ഒരു ജോഡിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന 3ാമത്തെ ഫുഡ് സ്ക്രൂവിനെ പാരലായിട്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ബബിള് സെൻറ്ററിലാക്കുന്നു. ഇങ്ങനെ അതായത് ഏത് ഡയറക്ഷനിൽ തിരിച്ചാലും ബബിള് സെൻറ്ററിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ലെവൽ ചെയ്യാണ്. ആ ലെവൽ ചെയ്യുന്ന സമയത്ത് ഹൊറിസോണ്ടൽ ആംഗിൾ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഏത് ലെവൽ ട്യൂബാണ്, പ്ലേറ്റ് ലെവൽ ട്യൂബാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബബിളിനെ സെൻറ്ററിലാക്കുന്നത്. ഇനി അതല്ല വെർട്ടിക്കൽ ആംഗിൾ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ വെർട്ടിക്കൽ സർക്കിളിന് മുകളിലിരിക്കുന്ന നമ്മുടെ ആൽറ്റിറ്റ്യൂഡ് ലെവൽ ട്യൂബാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെൻട്രൽ, അതായത് ബബിളിനെ സെൻറ്ററിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. ഞാൻ ഈ പറഞ്ഞ പേരുകൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പേരുകൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് പ്ലേറ്റ് ലെവൽ ട്യൂബ്, ആൽറ്റിറ്റ്യൂഡ് ലെവൽ ട്യൂബ് എന്നൊക്കെയുള്ള ആ പേരുകൾ അതങ്ങനെ അടിച്ചങ്ങോട്ട് ഉറപ്പിക്കണം ഉള്ളിലേക്ക്. നമുക്കത് വൈവയ്ക്കായാലും അതുപോലെ വൺ വേർഡിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണതൊക്കെ. 2 തരം ലെവൽ ട്യൂബ്, ഒന്ന് പ്ലേറ്റ് ലെവൽ ട്യൂബും രണ്ടാമത്തേത് ആറ്റിറ്റ്യൂഡ് അല്ല കേട്ടോ, ആൽറ്റിറ്റ്യൂഡ് ALTITUDE ആണ്, ആറ്റിറ്റ്യൂഡ് അല്ല, ആൽറ്റിറ്റ്യൂഡ് ബബിൾ ട്യൂബ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ലെവലിങ് കഴിഞ്ഞു. അപ്പോൾ സെറ്റിംഗ് അപ്പ് കഴിഞ്ഞു, സെൻറ്ററിങ് കഴിഞ്ഞു, ലെവലിങ്ങും കഴിഞ്ഞു.
അവരാ ചെയ്യുന്ന അതിൻ്റെ ഒരു പിക്ചറാണ് ഇതിൽ കാണിച്ചിട്ട് ലെവലിംഗ് അപ്പ് വിത്ത് 3 ഫുൾ ആദ്യം പാരലാക്കി വെച്ചിട്ട് പിന്നെ അതിനെ ഓപ്പോസിറ്റ് മൂന്നാമത്തേതിനെ ആ ബബിൾ ട്യൂബാണ് വെച്ചിട്ടുള്ളത് കേട്ടോ, അല്ല നമ്മുടെ ലെവൽ ട്യൂബ്. ആ ലെവൽ ട്യൂബ് ആദ്യത്തെ ഒരു ജോഡിക്ക് പാരലായിട്ട് വെച്ചിരിക്കുന്നു, അതിന് ശേഷം മൂന്നാമത്തെ ഫുഡ് സ്ക്രൂവിനെ പാരലായിട്ട് വെച്ചിരിക്കുന്നു. അങ്ങനെ ആ രീതിയിൽ ഫുഡ് സ്ക്രൂസ് തിരിച്ചിട്ട് നമ്മളതിനെ ആ ചെയ്യുന്ന പ്രോസസ്സാണ് അവരതിൽ എഴുതിയിട്ടുള്ളത്, എങ്ങനെ തിരിക്കുന്നു വെക്കുന്നു എന്നൊക്കെ ഉള്ളത്. അടുത്താണ് പാരലാക്സ് ഇല്ലാതാക്കുക, അതായത് എലിമിനേഷൻ. ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? എലിമിനേഷൻ ഓഫ് പാരലാക്സ് അല്ലേ. അതായത് ഒബ്ജക്റ്റീവിനാൽ രൂപപ്പെടുന്ന പ്രതിബിംബം ക്രോസ് ഹെയറിൻ്റെ പ്ലെയിനിലല്ലാതെ വരുന്നത് കൊണ്ടാണ് പാരലാക്സ് ഉണ്ടാകുന്നത്. ഇത് ഒഴിവാക്കാതെ കൃത്യമായ സൈറ്റിംഗ് സാധ്യമാകില്ല. താഴെ പറയുന്ന 2 രീതിയിലാണ് നമ്മൾ പാരലാക്സ് ഒഴിവാക്കുന്നത്. ക്രോസ് ഹെയറിൻ്റെ ഡിസ്റ്റിങ്വിഷന് ഐ പീസ് ഫോക്കസ് ചെയ്യുക, വസ്തുവിൻ്റെ പ്രതിബിംബം ക്രോസ് ഹെയറിൻ്റെ പ്ലെയിനിൽ കൊണ്ടുവരാനായിട്ട് ഒബ്ജക്റ്റീവ് ഫോക്കസ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫോക്കസിങ് ക്ലിയർ ആക്കിയിട്ട് നമ്മുടെ ആ ഒബ്ജക്റ്റിനെ കാണാവുന്ന രീതിയിലേക്ക് അതിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ഫോക്കസിങ് സ്ക്രൂ ഉപയോഗിക്കാം നമുക്ക്, അല്ലെങ്കിൽ ടെലസ്കോപ്പിൻ്റെ മുകളിൽ നമ്മുടെ ഐ പീസിൻ്റെ മുകളിൽ നമ്മൾ സൂമിൻ കൊടുത്തിട്ടില്ലേ, അത് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേഷൻ ഓഫ് പാരലാക്സ്. അതായത് ആ ക്രോസ് ഹെയർ കറക്റ്റായിട്ട് കൃത്യമായിട്ട് കാണണം നമുക്ക്. അതിൽ മുകളിലൊരു ലൈനുണ്ട്, അടിയിലൊരു ലൈനുണ്ട്, സെൻറ്ററിൽ ഫുള്ളായിട്ട് ക്രോസ് ചെയ്ത് വരുന്ന ലൈനുണ്ട്. അതുകൂടാതെ വെർട്ടിക്കലായിട്ട് 2 ലൈൻ വേറെ ഉണ്ട്. അതിൻ്റെ അകത്താണ് നമ്മൾ ആ റേഞ്ചിങ് റോഡിനെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതിനി ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾ ഒന്നുകൂടെ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. അതായത് വെർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടലായിട്ട് ഒരു പ്ലസ് പോലെ കിടക്കുന്നതല്ലാതെ മുകളിലൊരു ചെറിയ ലൈനുണ്ട്, അടിയിലൊരു ചെറിയ ലൈനുണ്ട്, പിന്നെ അത് വെർട്ടിക്കലായിട്ട് 2 ചെറിയ ലൈനുകളും വേറെ ഉണ്ട്. ആ 2 ലൈനുകൾക്കുള്ളിലാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സെൻറ്ററിലെ ആ ക്രോസ് ഹെയറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫുള്ളായിട്ട് ക്രോസ് ചെയ്യുന്ന ലൈൻ കടന്നു പോകുന്നത് ഈ 2 ചെറിയ ലൈനുകൾക്കിടയിലാണ്. അപ്പോൾ അതിൻ്റെ അകത്താണ് നമ്മൾ റേഞ്ചിങ് റോഡിനെ കറക്റ്റായിട്ട് ബൈസെക്റ്റ് ചെയ്തിട്ട് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ വിഷൻ കറക്റ്റാക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എലിമിനേഷൻ ഓഫ് പാരലാക്സ് എന്ന് പറയുന്നത്. അത് 2 രീതിയിൽ ചെയ്യാമെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ അത് അങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അതായത് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ടെക്നിക്കൽ ടേംസുകളും, അതായത് അത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒന്നും നമുക്കിതൊന്ന് മാറ്റി നിർത്തേണ്ടതായിട്ടുള്ളതില്ല. അതിൽ പറഞ്ഞിട്ടുള്ള ടെക്നിക്കൽ ടേംസുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്, ഇത് രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇന്നലെ എടുത്ത അതിൻ്റെ പാർട്സുകൾ, ഈ 3 ക്വസ്റ്റ്യനാണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ തിയോഡറേറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്യാവശ്യം ഇപ്പോൾ എസ്റ്റിമേഷൻ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തിയറി ഉണ്ട്. നമുക്ക് 4 ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷനിൽ വരുന്നതാണ്, 12 എണ്ണത്തിൽ 4 എണ്ണം. അപ്പോൾ നമുക്കതിനെ കവർ ചെയ്ത് പോകാൻ പറ്റും. അത്യാവശ്യം നമുക്ക് തിയറി അറിഞ്ഞിരുന്നാൽ പരീക്ഷയ്ക്ക് നമുക്കത് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളുടെ അകത്ത് നിന്ന് വരുന്ന കുറച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻസുകളും, ഇപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ക്വസ്റ്റ്യനാണ് വരുന്നത്. എങ്കിൽ പോലും അത് നിങ്ങൾ എങ്ങനെ അതിനെ പ്രസൻറ്റ് ചെയ്യണമെന്നുള്ളതും കൂടി എനിക്കത് അറിയണം. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസിനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതെങ്ങനെ കഴിഞ്ഞ തവണയൊന്നും നമുക്കത് ചെയ്ത് നോക്കാനുള്ളൊരു അവസരമൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് എക്സാം എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ നമ്മളതും കൂടി നമുക്ക് ചെയ്യാം. ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെ അതിനെ ആൻസർ ചെയ്യുന്നു, അപ്പോൾ അതിലെന്തെങ്കിലും കുറവുകളോ കൂടുതലോ ഉണ്ടെങ്കിൽ അപ്പോൾ എനിക്കത് തിരുത്തി തരാൻ പറ്റുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ എടുത്ത ടോപ്പിക്കിൽ നിന്നുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് അതൊരു 10 എണ്ണോ അല്ലെങ്കിൽ ഒരു 20 എണ്ണോ, 1 വേർഡ് ആണെങ്കിൽ 1 വേർഡ് മാത്രം, 5 മാർക്കിൻ്റെ ആണെങ്കിൽ അങ്ങനെ, ആ രീതിയിൽ ഞാനൊരു ടെസ്റ്റ് നടത്തും. അപ്പോൾ നോട്ടുകൾ എഴുതണം. ഇതൊന്നും ഒന്നും മാറ്റി നിർത്താനായിട്ടില്ല നമുക്ക്, കാരണം മാറ്റി നിർത്തിയിട്ടുള്ളൊരു നോട്ടാണ് ഇപ്പോൾ ഇതിലിട്ടിട്ടുള്ളത്. ഇതിൽ നിന്നൊന്നും ഒഴിവാക്കാനായിട്ടില്ല, എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ.